ഒരു വലിയ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു ചരിത്രം ഉള്ള മാധ്യമമാണ് നാടകങ്ങൾ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ളൊരു നാടകം എത്രത്തോളം ഒരു രാഷ്ട്രീയ ചലനത്തിന്, രാഷ്ട്രീയ വ്യതിയാനത്തിന് ശക്തി പകർന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു വലിയ ഇടപെടലുകൾ വി.ടി. ഭട്ടതിരിപ്പാട് തുടങ്ങി കെ.ടി. മുഹമ്മദ് തുടങ്ങി ഒട്ടനവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സാമൂഹിക മാറ്റങ്ങൾക്കും വലിയ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മാധ്യമമാണ്. അപ്പോൾ ആ കേരളത്തിലെ ഒരു അന്തർദേശീയ നാടകോത്സവം അതിൻ്റെ ഒരു 16ാമത്തെ എഡിഷനിൽ നമുക്ക് ഒരു വോയിസസ് ഇൻ ദ സൈലൻസ്, ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നുള്ളൊരു തീമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രധാനമായിട്ട് നാടകങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിൽ ഇന്ത്യക്കകത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഏകദേശം 16ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പരീക്ഷണാത്മകമായിട്ടുള്ള നാടകങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റികളെ ഉൾപ്പെടുത്തുക. ഈ വോയിസസ് ഇൻ ദ സൈലൻസ് അതിൻ്റെ തീമിൽ മാത്രമല്ല, നാടക സംഘങ്ങളും ആ നാടക സംഘങ്ങളുടെ സ്വഭാവവും തുടങ്ങി എല്ലാ അർത്ഥത്തിലും, ഉദാഹരണത്തിന് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിത് വിഭാഗങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലും നിശബ്ദരാക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ ശബ്ദമായി മാറുക എന്നുള്ള തരത്തിലുള്ള നാടക സംഘങ്ങളും നാടക തീമും അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പ്രധാനമായിട്ട് നാടകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരേ സമയം തന്നെ നാടകത്തിൻ്റെ ഭാഷയിലുണ്ടാകുന്ന നവീനമായിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം ഈ പ്രത്യേക കാലത്തെ അഭിസംബോധന ചെയ്യുന്ന പൊതുവെ ഒരു ലോകം മുഴുവനും ഒരു വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ലോകം മുഴുവനും പ്രതിരോധ ശബ്ദങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ പ്രതിരോധത്തിൻ്റെ ശബ്ദമായി നാടകത്തിന് മാറാൻ കഴിയുന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ആ നാടകത്തിലായിരിക്കാം ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പൊതുവേ നമ്മൾ സിനിമ പോലുള്ള മാധ്യമങ്ങൾക്ക് വളരെ ക്യാപിറ്റൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ വലിയ കോർപ്പറേറ്റുകളും വലിയ ക്യാപിറ്റലുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു അടിസ്ഥാനപരമായി സിനിമ ഒരു പോപ്പുലർ സിനിമ ഒരു ബിസിനസ്സാണ്. അതിനകത്ത് ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു ആർട്ട് ഹൗസ് മൂവി, പ്രതിരോധത്തിൻ്റെ സ്വരങ്ങൾ വരുന്ന സിനിമകൾ പലപ്പോഴും അതിൻ്റെ നിർമ്മാണത്തിനുള്ള ചിലവാകുന്ന വലിയ മുടക്കുമുതൽ തുടങ്ങി അത് നിർമ്മിക്കപ്പെടുന്ന ഒരു ക്യാപിറ്റൽ തുടങ്ങി എല്ലാം ഒരു സാധാരണ ആ മാധ്യമത്തിൻ്റെ ഒരു വഴക്കം. പൊതുവേ നമ്മൾ ഒരു ഡോക്യുമെൻ്ററികളിലൊക്കെയാണ് നമുക്കൊരു റവല്യൂഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള നിശബ്ദതയിലെ ശബ്ദങ്ങളായി മാറാറുള്ളത് പലപ്പോഴും ഡോക്യുമെൻ്ററികളാണ്. പക്ഷേ ആ ഡോക്യുമെൻ്ററികളുടെ പ്രദർശനങ്ങളും അതിൻ്റെ ഒരു റീച്ചും വളരെ കുറവാണ്. വളരെ ചുരുങ്ങിയ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ IDSFK എന്ന പേരുള്ള ഒരൊറ്റ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ മാത്രമാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലാണ്. അത് വളരെ അടുത്ത കാലത്താണ് അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതും അതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും. പക്ഷെ അത് വളരെ കുറഞ്ഞൊരു റീച്ചാണ് പൊതുവെ ഈ ഡോക്യുമെൻ്ററികൾക്ക് അത്തരത്തിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ പറയുന്ന പോപ്പുലർ സിനിമകളാണ്. പിന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സെൻസർഷിപ്പിലൂടെ കടന്നു പോകാതെ ഒരിക്കലും പ്രേക്ഷകരിലേക്ക് അത് എത്തപ്പെടുന്ന സാധ്യത വളരെ കുറവാണ്. നാടകം പോലൊരു മാധ്യമത്തിന് ഈ വലിയ ക്യാപിറ്റലുകളുടെ ആവശ്യമില്ലാതെ ഒരു മനുഷ്യനും ഒരു പ്രേക്ഷകനും ഉണ്ടെങ്കിൽ സംവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാധ്യമം എന്നുള്ളതാണ് നാടകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത് എവിടെയും സംഭവിപ്പിക്കാവുന്ന, രാത്രിയും പകലൊന്നും ഭേദമില്ലാതെ ആൾക്കൂട്ടങ്ങളിലും ചന്തകളിലും വലിയ മോളുകളിലും എവിടെയും നമുക്ക് സംഭവിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു ശക്തി ആ നാടകത്തിനുണ്ട്, നാടകത്തിൻ്റെ ഭാഷയ്ക്കുണ്ട്. അത് 10,000-കണക്കിന് പ്രേക്ഷകരിൽ തുടങ്ങി അത് 2 പേരിലേക്കും വരെ അത് സംവദിക്കാവുന്ന തരത്തിലുള്ള നാടകത്തിൻ്റെ ഭാഷകൾ ലോകത്തിൽ ഉടനീളം രൂപപ്പെട്ടു കഴിഞ്ഞു. എല്ലാ ചരിത്രഘട്ടങ്ങളിലും സന്നിഗ്ധ ഘട്ടങ്ങളിലും നാടകം വളരെ ശക്തമായിട്ട് ഭരണകൂടത്തെയും ഈ പറയുന്ന വലതുപക്ഷവൽക്കരണത്തെയും ലോകത്തെമ്പാടും അത് ശക്തമായി തന്നെ വെല്ലുവിളിക്കപ്പെടുകയും നിരോധിക്കപ്പെടുകയും വീണ്ടും അവതരിപ്പിക്കപ്പെടുകയും ഒരിക്കലും അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അത് തടയപ്പെടാം. ഒരു ഫിലിമിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു പെൻഡ്രൈവ് എടുത്ത് മാറ്റുകയാണെങ്കിലോ തടയാൻ പറ്റുന്ന ഒരു മാധ്യമമല്ല നാടകം, ഒരു സാമൂഹിക ഇടപെടൽ എന്നുള്ള നിലയ്ക്ക്. അത് 100 കണക്കിന് സംഘങ്ങൾ 100 തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഫോർമാറ്റുകൾ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇമേജ് തിയേറ്റർ, ഇൻവിസിബിൾ തിയേറ്റർ എന്നൊക്കെ പറയുന്നത് അഗസ്റ്റോ വാൾ പോലുള്ള ബ്രസീലിയൻ ഡയറക്ടേഴ്സ് ഒരു ഗറില്ല വാർ പോലെ തന്നെ ആരാണ് എവിടുന്നാണ് നാടകം ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത തരത്തിലൊരു ചന്തയിലോ ട്രെയിനുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ ഫാക്ടറികളിലോ ഈ നടന്മാർത്തവരെ വിളിക്കാൻ പറ്റില്ല, ഒരു ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നവർ ഒത്തുകൂടുകയും പെട്ടെന്നൊരു ഇവൻറ്റ് പോലെ ആ നാടകം അവിടെ സംഭവിപ്പിക്കുകയും അത്തരത്തിൽ വളരെ ഒരു സാമൂഹികമായിട്ടുള്ള അവബോധം
അഗസ്റ്റോ ബോയിൽ തന്നെ അത് ഈ ഇത്തരം നാടകങ്ങളെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ റിഹേഴ്സൽ ഫോർ റെവല്യൂഷൻ എന്നാണ്. ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിൻ്റെ ഒരു എസ്തെറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സോക്കോൾ നമ്മൾ പറയുന്ന ഒരു സൗന്ദര്യ അനുഭൂതിക്കപ്പുറം മനുഷ്യനെ മാറ്റി തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ നാടകത്തിൻ്റെ ഭാഷയിൽ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഈ ഫെസ്റ്റിവലിൻ്റെ വിജയം എന്ന് പറയുന്നത് വലിയൊരു ഒരു 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 ഓഡിയൻസിൻ്റെ കേരളത്തിലെ നാടകം കാണാനുള്ള പ്രേക്ഷകൻ്റെ പുലപ്പഴും നാടകം മരിച്ചുപോയി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പിന്നെ വാദങ്ങളുണ്ട സമയത്ത് എല്ലാവരും പൊതുവെ മീഡിയകളൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന ഇറ്റ്ഫോക്കിലത്തെ ഒരു പ്രേക്ഷകർ എത്ര മണിക്കൂറുകൾ മുമ്പാണ് ഈ പുരിവെയിലത്ത് അവർ ക്യൂ നിൽക്കുന്നതെന്നും ആ നാടകം വളരെ നമുക്ക് നല്ല നാടകം കളിക്കാൻ പറ്റുന്ന ഒരു നാടകശാല പോലും ഒരു തിയേറ്റർ പോലും നമുക്കിന്ന് കേരളത്തിലില്ല. ആകെ ഉള്ളത് ഈ തൃശ്ശൂരിലൊരു റീജിയണൽ തിയേറ്ററിലാണ്. ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ട് മര്യാദയ്ക്ക് ആളുകൾക്ക് നാടകം ഇരുന്ന് കാണാൻ പറ്റുന്ന തരത്തിൽ തിയേറ്റർ ഉള്ളൂ. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഈ കാറ്റത്തും എടുത്ത് 10,000-2,000 ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ട് ഒരു ശ്വാസം പോലും വിടാതെ എന്നിട്ട് ഈ നാടകങ്ങൾ കാണുന്ന ഒരു അനുഭവം, അത് നാടകം കാണുക മാത്രമല്ല ആ നാടകത്തിനോട് അവർ റിയാക്ട് ചെയ്യുന്ന രീതി, അപ്പോൾ നമുക്കത് വളരെ ഒരു വലിയ പ്രതീക്ഷ ഈ കാലത്ത് തരുന്നതാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്കലായിട്ടുള്ള നാടകങ്ങളിലോട് മനുഷ്യർ പ്രതികരിക്കുന്ന രീതി വളരെയധികം ഒരു നാടകമെന്ന മാധ്യമത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ മനുഷ്യരുടെ ഒരു പുരോഗമന സ്വഭാവവും നാടകങ്ങളോട് അവർ റിയാക്ട് ചെയ്യുന്ന രീതിയും വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ആ അർത്ഥത്തിൽ ഇത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ട് വളരെ പ്രസക്തിയുള്ള ഒരു ഫെസ്റ്റിവലായിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ 16ാമത്തെ എഡിഷനിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ പ്രധാനമായും ഈ വർഷം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടകങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് വിദേശ നാടകങ്ങളിൽ തന്നെ പാലസ്തീനിൽ നിന്നുള്ള നാടകങ്ങൾ 2 നാടകങ്ങളുണ്ട്. ഓറഞ്ചസ് ആൻഡ് സ്റ്റോൺസും ലാസ്റ്റ് പ്ലേ ഫ്രം ഗാസ എന്നുള്ള നാടകത്തിന് വളരെ ശക്തമായിട്ടുള്ള നാടകമായിരുന്നു. ആ നാടകത്തിന് പ്രദർശനാനുമതി ലഭിച്ചില്ല. അതിൻ്റെ വിസ നിരോധിക്കപ്പെട്ടത് കാരണം ആ നാടകം അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതേ നാടകാവതരണ ദിവസം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കവികൾ നമ്മുടെ ഇറ്റ്ഫോക്കിൻ്റെ അരങ്ങിലെത്തുകയും ഈ നാടകത്തിന് ഒരു ഐക്യദാർഢ്യത്തിന് ഉൾപ്പെടെ ഗാസയിലെ കവിതകൾ അവതരിപ്പിക്കുകയും ചെയ്ത് വളരെ നല്ലൊരു ശക്തമായ ഒരു ഐക്യദാർഢ്യം ഗാസയിലെ ജനങ്ങളോട് പലസ്തീനിലെ ജനങ്ങളോട് അണിചേരുകയൊക്കെ ചെയ്യുന്ന വളരെ ശക്തി. അപ്പോൾ രീതിയിൽ ഏത് തരത്തിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്ത് നിരോധനങ്ങൾ കൊണ്ടും തടയാൻ പറ്റാത്ത തരത്തിലുള്ള മാറുകയും മറിയുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മാധ്യമമാണ് നാടകം. ഓറഞ്ചസ് ആൻഡ് സ്റ്റോൺസ് എന്ന് പറയുന്ന പലസ്തീനി നാടകം വളരെ ശക്തമായിട്ടുള്ളൊരു നാടകം. 2 ആക്ടേഴ്സ് മാത്രമുള്ള ഒരു നാടകമായിരുന്നു. ഓറഞ്ചസും സ്റ്റോൺസുമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട 2 ഇമേജുകളായിട്ട്, അല്ലെങ്കിൽ അവർ പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന 2 പ്രോപ്പർട്ടി. ഓറഞ്ച് അവരുടെ പ്രധാനപ്പെട്ട ഗാസയുടെ അല്ലെ പലസ്തീനിൻ്റെ കൃഷിയും അവരുടെ ജീവിതമാർഗമായിട്ടുള്ള ഓറഞ്ചും, പിന്നെ ഇന്ന് അവരുടെ ഓറഞ്ചുകൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് കല്ലുകൾ കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ പറ്റുന്ന കല്ലുകളും ഈ ഓറഞ്ചുകളും നിരത്തി വെച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള വെറും 2 ആക്ടേഴ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിശക്തമായിട്ടുള്ള ഒരു അവതരണം തുടങ്ങി എല്ലാ അവതരണങ്ങളും ഏറെ പൊളിറ്റിക്കലും സോഷ്യലുമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള നൂറമ്മ ബിരിയാണി എന്ന് പറയുന്ന നാടകം, സംതിങ് ലൈക്ക് ട്രൂത്ത് എന്ന് സ്ത്രീകൾ മാത്രം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള സംതിങ് ലൈക്ക് ട്രൂത്ത് എന്ന് പറയുന്ന നാടകം തുടങ്ങി ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള പ്ലേകൾ, അത് ഭൂമിയുടെ റെവല്യൂഷൻ മുതൽ ഇന്നെത്തി നിൽക്കുന്ന ഒരു ഡിജിറ്റൽ ലോകം വരെയുള്ള ലോകങ്ങൾ പ്രതിഷേധിക്കുന്ന വാവ് എന്ന് പറയുന്ന നാടകം, ഡംപ്ലിംഗ് എന്നുള്ള അർമേനിയൻ നാടകം തുടങ്ങി എല്ലാ നാടകങ്ങളും അതിൻ്റെ ഈ നിശബ്ദതയെ ഭേദിക്കുന്ന ശബ്ദങ്ങളായിട്ട് അതിശക്തമായിട്ട് സംവദിച്ച നാടകങ്ങളാണ്. വളരെയധികം പ്രേക്ഷക പ്രശംസ നേടുകയും ചെയ്തു. എന്താണ് മലയാള നാടകങ്ങളുടെ ഒരു അവസ്ഥ, അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അതിൻ്റെ ഭാഷാപരമായും അതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായും അതിൻ്റെ വിഷയപരമായിട്ടും മലയാള നാടകത്തിൻ്റെ ഒരു എത്തി നിൽക്കുന്ന അവസ്ഥ എന്നുള്ളത് 2 ധാരകൾ നമുക്ക് മലയാള നാടകത്തിൽ കാണാം. ഒന്ന്, വളരെ പോപ്പുലറായിട്ടുള്ള നാടകങ്ങൾ, ഒരു കാലത്തുണ്ടായിരുന്ന വളരെ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിട്ടുള്ള, സമൂഹത്തിലേക്ക് വളരെ ഡയറക്റ്റായിട്ട് ഇടപെട്ടുകയും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ ചരിത്രം. അത്തരത്തിലുള്ള നമ്മൾ KT മുഹമ്മദ്, VT ഭട്ടതിരിപ്പാട് തുടങ്ങി ഒട്ടനവധി റവല്യൂഷണറി ആയിട്ടുള്ള, ഇപ്പം നമ്മൾ KJ ബേബിയുടെ നാടുഗദ്ദിക, ക്രിസ്തുവിൻ്റെ 6-ാം തിരുമു തുടങ്ങി ഒട്ടനവധി സാമൂഹികമായിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വലിയ നാടകത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഒപ്പം പ്രൊഫഷണൽ നമ്മൾ ഈ കമേഴ്ഷ്യൽ എന്ന് വിളിക്കുന്ന അമ്പലപ്പറമ്പുകളിൽ അവതരിപ്പിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് സ്വഭാവമുള്ള നാടകങ്ങളുണ്ട്. പിന്നെ പരീക്ഷണാത്മക സ്വഭാവമുള്ള നമ്മളൊരു അമേച്ചർ തിയേറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ സ്വഭാവമുള്ള, ഒരു അക്കാഡമിക് സ്വഭാവമുള്ള നാടകങ്ങളും ഉള്ള ഒരു 3 ധാരയെന്ന് നമുക്ക് പ്രധാനമായിട്ട് നമുക്കിതിനകത്ത് പറയാം. സാമൂഹിക നാടകങ്ങളുടെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തിലുണ്ടെന്ന് KT മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ നമ്മൾ ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ നാടുഗദ്ദിക പോലുള്ള വളരെ ശക്തമായിട്ടുള്ള സാമൂഹിക ഇടപെടൽ തരം നാടകങ്ങൾ ഇല്ലാണ്ടായി പോയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള നാടകങ്ങളുടെ ഭാഷ എന്തായിരിക്കണം, അതെന്ത് തരത്തിലുള്ള വിഷയങ്ങളാണ് സംവദിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ കാലം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകർ
വളരെ കൃത്യമായിട്ട് നാടകത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ശക്തി, അതിനിടപെടാനുള്ള പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ പവർ വളരെ ശക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോ അവതരണങ്ങളും അതിൻ്റെ നേർസാക്ഷ്യങ്ങളുമാണ്. അപ്പോൾ ഒരു നാടകക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ അവതരണങ്ങളെല്ലാം തന്നെ മലയാളത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നാടകങ്ങളും അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കണ്ടന്റും ഫോമും എന്നുള്ള നിലയ്ക്ക് ജോൺ കിസോട്ടിനെ ആധാരമാക്കിയിട്ടുള്ള നന്മയിൽ ജോൺ കിഹിത്തോ എന്ന നാടകം തൻ്റെ ഭ്രാന്തമായ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, അല്ലെങ്കിൽ സമത്വസുന്ദരമായ ഒരു ലോകത്തിന് വേണ്ടി പോരാടുന്ന ജോൺ കിസോട്ടിൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിലെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ, ഭ്രാന്തില്ലാത്തവൻ, സ്വപ്നത്തെ തേടാത്തവൻ മനുഷ്യനല്ല എന്ന് പറയുന്നവൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാനുള്ള ശക്തി പകരുന്ന തരത്തിലുള്ള വളരെ ഒരു പുരോഗമനപരമായ സ്വഭാവമുള്ള ഒരു നിശബ്ദതയെ ഭേദിക്കുന്ന ശബ്ദമായിട്ട് മാറുന്ന അവതരണം. കുഹു എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകൾ ഇമേജ് ഒരു 3-4 പെട്ടികൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ റെയിൽവേയിലൂടെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെ പറയുന്ന മറ്റൊരു നാടകം. ബൈപാസ്, എങ്ങനെയാണ് വികസനം സാധാരണ മനുഷ്യരെയും മനുഷ്യ ജീവിതങ്ങളെയും നമ്മൾ പറയുന്ന സോക്കോൾഡ് വികസനം എന്ന് പറയുന്ന വികസനം എങ്ങനെയാണ് മനുഷ്യൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ യഥാർത്ഥ വികസനം എന്താണ്, അല്ലെങ്കിൽ ആവേണ്ട വികസനം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ബൈപാസ് എന്ന് പറയുന്ന നാടകം. ഒപ്പം എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് മാടൻ മോഷം എന്ന് പറയുന്നത്. ജയമോഹൻ്റെ മാടൻ മോഷം എന്ന കൃതിയെ ആധാരമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത കേരളത്തിലെ 2 വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രമോദ് വെളിയനാട്, ജയചന്ദ്രൻ തകഴിക്കാരൻ എന്ന പ്രധാന വേഷം ചെയ്ത് അവതരിപ്പിക്കപ്പെട്ട മാടൻ മോക്ഷം. മാടൻ മോക്ഷം ഏറെ ഈ ഫെസ്റ്റിവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു നാടകമാണ്. അതിൻ്റെ വിഷയം കൊണ്ടും അതിൻ്റെ അവതരണത്തിൻ്റെ ശക്തി കൊണ്ടും അതിൻ്റെ ലാളിത്യം കൊണ്ടും അത് വളരെ ശക്തമായിട്ട് പ്രേക്ഷകനുമായിട്ട് സംവദിക്കുകയും കേരളത്തിൽ ശക്തമായി അത് ഒട്ടനവധി ഏകദേശം 20-30 അവതരണങ്ങൾ ഇതിനുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ്. അപ്പോൾ ഇത്തരം നാടകങ്ങളിനകത്ത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഇപ്പോൾ പല മലയാള നാടകങ്ങളിൽ പല തരത്തിലുള്ള ഭാഷ മുമ്പോട്ട് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് കാലം ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദങ്ങളെ പ്രതിനിധീകരിക്കുക, പ്രത്യേകിച്ച് ഒരു ദളിത് ആദിവാസി മേഖലയിലെ നാടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും അതിന് ഒരു ഭാഷ രൂപപ്പെട്ടിരുന്നില്ല. പലപ്പോഴും അവരുടെ ഒരു റിച്വലുകളിലേക്കോ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന സ്വഭാവങ്ങളിലേക്കോ വളരെ ഒരു റിവൈവലിസത്തിനപ്പുറത്തേക്ക് എന്താണ് ഒരു ദളിത് ആധുനികത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആദിവാസികളുടെയും ദളിതിൻ്റെയും തുടങ്ങിയിട്ടുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നാടകങ്ങളുടെ അവതരണങ്ങൾ പലപ്പോഴും വരുമ്പോഴത്തേക്ക് അത് പലപ്പോഴും ഒരു പഴയകാലത്തെ റെപ്രസെൻറ്റേഷൻ അപ്പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും റിച്വലുകളിലേക്ക് മടങ്ങിപ്പോവുക, അത് പലപ്പോഴും ഒരു പ്രതീക്ഷ തരാത്തതിൽ വളരെ ഒരു സങ്കടകരമായ മെലോഡ്രാമകളായിട്ട് മാറുന്ന സ്വഭാവമാണ് അതിനുണ്ടായിരുന്നത്. ഇതിൽ വലിയൊരു മാറ്റമാണ് പ്രധാനമായിട്ട് ഈ മാടൻ മോക്ഷം പോലുള്ള നാടകങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. നമുക്ക് വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും പലർക്കും നമുക്ക് പോപ്പുലറായിട്ട് ദളിത് ആദിവാസി കമ്മ്യൂണിറ്റികളുടെ പാർശ്വവൽക്കരണത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിലും ഇത് ഏത് തരത്തിലാണ് ഇതിനൊരു ഭാഷ ഉണ്ടായി വരിക എന്നുള്ളത്, അല്ലെങ്കിൽ അവതരണങ്ങളിൽ പൊതുവെ സിനിമയിലായിരുന്നാലും നാടകത്തിലായിരുന്നാലും ചിത്രകലയിലായിരുന്നാലും എന്താണ് ഇതിൻ്റെ ഒരു ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു ഭാഷ എന്നുള്ളതിനെക്കുറിച്ച്, ആധുനികമായിട്ടുള്ള ഭാഷ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അതിലൊരു വലിയ എടുത്തുചാട്ടവും ഒരു മറികടക്കലുമാണ് ഈ മാടൻ മോഷം എന്ന് പറയുന്ന നാടകത്തിലൂടെ സൗന്ദര്യശാസ്ത്രപരമായിട്ട് അത് മറികടക്കുന്നത്. അത് ഒരേ സമയം സമകാലികമായിരിക്കെ തന്നെ അത് ഭാഷാപരമായി, നാടകത്തിൻ്റെ ഭാഷാപരമായി നമ്മൾ ഫോക്ക് എന്ന് പറയുന്ന ഒരു ധാര, നാടോടി സംസ്കാരത്തിൻ്റെയും നാടോടി ജീവിതത്തിൻ്റെയും സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് ഈ മാടൻ മോക്ഷത്തിലൂടെ നടക്കുന്നുണ്ട്. പലപ്പോഴും അത് നമുക്കിപ്പോൾ ഒരു നാടൻ പാട്ടുകളോ നാടൻ അവതരണങ്ങളിലൂടെ മാത്രമാണ് അത്തരം എന്ത് തരത്തിലുള്ള ഫോക്കിനെയും പുതിയ എന്താണ് ഒരു നമ്മൾ പോപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് നമുക്ക് യൂറോപ്പിൽ നമ്മൾ വളരെ ഒരു പോപ്പ് കൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനപ്രിയ സംസ്കാരത്തിനെ പ്രതിനിധീകരിക്കുന്ന പലതരത്തിലുള്ള ഫോമുകൾ ശക്തമായി വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അത്തരത്തിലുള്ള ട്രഡീഷണൽ അല്ലാത്ത സമകാലിക ജീവിതത്തിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ശക്തമായിട്ട് മാടൻ മോഷം എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. അത് എൻ്റെ വാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് പാട്ടിൻ്റെ കാര്യത്തിൽ വേടനിലൂടെ സംഭവിച്ചത്, ആ കാര്യം മാടൻ മോഷം എന്ന് പറയുന്ന നാടകത്തിലൂടെ നാടകത്തിൻ്റെ ഭാഷയിൽ സംഭവിക്കുന്നുണ്ട്. അത് വളരെ അർത്ഥവത്തായ, വളരെ പുരോഗമനപരമായ, വളരെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു വലിയ ലീപ്പ്, ഒരു എടുത്തുചാട്ടം ഈ നാടകത്തിനകത്തൂടെ സംഭവിക്കുന്നുണ്ട്. ഫോക്കിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവം, അതിൻ്റെ നർമ്മം, ഇംപ്രവൈസേഷൻ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ലാളിത്യം, അതിൻ്റെ സ്ഥലകാലങ്ങളെ ഒരു ഏറ്റവും ലളിതമായി ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള ഫോക്കിൻ്റെ ഏറ്റവും ജനകീയമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളെയും അത് ഉൾക്കൊള്ളുന്ന അതേ സമയത്ത് തന്നെ അത്
വളരെ ശക്തവും ലളിതവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് മുമ്പോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഒരു അപ്പോൾ പല മലയാള നാടകങ്ങൾ നമ്മൾ കാണുമ്പോഴും അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത ഈ നാടകത്തിനുള്ളത് കൊണ്ടാണ് ഞാൻ നാടകത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മാടൻ മോക്ഷത്തിനെ കുറിച്ച് പറയുന്നത്. മറ്റു തരത്തിലുള്ള ആധുനികമായിട്ടുള്ള പല പരീക്ഷണങ്ങളും പരീക്ഷണ സ്വഭാവമുള്ള നാടകങ്ങളും പല നാടകങ്ങളിലും നമ്മൾ കണ്ടും കേട്ടു. അത് പുതിയതല്ല, അത്തരം കാര്യങ്ങൾ സംഭവിച്ച് മനോഹരമായിട്ട് അത്തരം നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. മാടൻ മോക്ഷം എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വേടൻ്റെ പാട്ടുകൾ വളരെയധികം പോപ്പുലർ ആവുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും വേടൻ കണ്ടെത്തിയിട്ടുള്ള നമ്മളൊരു പോപ്പ് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ റാപ്പിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വളരെ മനോഹരമായിട്ട് സ്വന്തം ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വേടൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം. അത് വളരെ ശക്തമായിട്ട് പ്രേക്ഷകനുമായിട്ട് സംവദിക്കുന്ന തരത്തിലുള്ള ഭാഷ കണ്ടെത്താൻ ഈ ഭാഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാടകത്തിൽ ഈ ഭാഷ മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകത്തിൽ ഇത് നടക്കുന്നുണ്ട്. അതാണ് നാടകത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫോക്കിൻ്റെ പലപ്പോഴും അത് ഫോക്കായിട്ട് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇതല്ല, ഫോക്കിൻ്റെ ഒരു ആധുനിക ഫോക്കിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു സറ്റയർ വളരെ രസകരവും വളരെ ശക്തമായിട്ടുള്ള ഭാഷ ആ നാടകത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. അത് എല്ലാ തരത്തിലുള്ള നാടകത്തിനകത്തുള്ള അല്ലെങ്കിൽ കവിതയിലുള്ള ചിത്രകലയിലുള്ള ശുദ്ധവാദം എന്ന് നമ്മൾ പറയുന്ന ഈ പ്യൂരിറ്റാനിസത്തിനെ അത് സൗന്ദര്യശാസ്ത്രപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് തന്നെയാണ് വേടൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്യൂരിറ്റാനിസം ഇറ്റ്സെൽഫ് അതൊരു വളരെ യാഥാസ്ഥിക സ്വഭാവമുള്ള വളരെ ഫെനറ്റിക്കായിട്ടുള്ള വളരെ ഫാസിസ്റ്റ് സ്വഭാവത്തിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള സ്വഭാവമാണ് നമ്മൾ ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ശുദ്ധവാദത്തിലൂടെയാണ് അത് എല്ലാ തരത്തിലുള്ള വർണ്ണ വെറിയും മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ രോഗാതുരമായ പ്യൂരിറ്റാനിസം അല്ലെങ്കിൽ ഈ വർണ്ണവെറി എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഈ ശുദ്ധതാവാദം അത് നമുക്ക് സാഹിത്യത്തിൽ കാണാം, എഴുത്തിൽ കാണാം, ചിത്രകലയിൽ കാണാം. ഈവൻ എല്ലാ തരത്തിലുള്ള ഈ ശുദ്ധവാദമാണ് അതിൻ്റെ പൊളിറ്റിക്സ് പ്രധാനമായും. ഈ ശുദ്ധവാദത്തിനെ മറികടക്കുന്ന തരത്തിലുള്ള ശക്തമായ ഒരു ലാംഗ്വേജ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാരണം ഈ ശുദ്ധതാവാദം വളരെയധികം അവൻ്റെ ഉപബോധ മനസ്സിൽ തന്നെ ഉള്ളതാണ്. ഈ ഇത്തരത്തിൽ ശീലിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ശുദ്ധതാവാദത്തിനെ മറികടക്കുക ഒട്ടും എളുപ്പമല്ലാത്തൊരു ഒരു കാര്യമാണ്. കലയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ആദ്യം ഈ ശുദ്ധതാവാദത്തിനെ ചോദ്യം ചെയ്യുകയും മറികടക്കാനും പറ്റുന്നത്. ഇത് ഈ പറഞ്ഞ അടുത്ത കാലത്ത് ഫോക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പാട്ടിൽ, നാടകങ്ങളിൽ, സിനിമകളിൽ എല്ലാം, സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷനുകളിലെല്ലാം ഈ ശുദ്ധതാവാദത്തിനെ ശക്തമായി ചോദ്യം ചെയ്യുന്ന ഒരു സൗന്ദര്യശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് പുതിയ നാടകങ്ങളിൽ, പുതിയ ചെറുപ്പക്കാരിൽ, നല്ല പുതിയ ജനറേഷനിൽ ഈ ശുദ്ധതാവാദത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള കുടുംബം, വ്യവസ്ഥിതി, തൊഴിലിടങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്യൂരിറ്റാനിസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിലനിൽക്കുന്ന സാമൂഹിക ഘടനയുടെ ഈ ശുദ്ധതാവാദത്തിനെ ചോദ്യം ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റുകൾ വളരെ ശക്തമായിട്ട് പലയിടത്തും നടക്കുന്നു. ഇത് നാടകത്തിലും കാണുന്ന സമയത്ത് സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള വലിയ ഒരു ഷിഫ്റ്റ് നാടകത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. അത്തരം ഷിഫ്റ്റ് സംഭവിക്കുന്നിടത്ത് അതിന് ശക്തമായി സംവദിക്കാൻ കഴിയുന്നുണ്ട്, അത് വളരെ പോപ്പുലർ ആവുന്നുണ്ട് എന്നുള്ളത്. അത് എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഒരു ചെറിയ അക്കാഡമിക് സർക്കിളിലേക്ക് മാത്രമല്ല അത് ചുരുങ്ങുന്നത്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് അത് നയിക്കപ്പെടുന്നുണ്ട്, അത് നിരോധിക്കപ്പെടുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് തുടങ്ങിയ ഇടങ്ങളിലേക്ക് അത് പോകുന്ന സമയത്ത് അത് കൂടുതൽ ചർച്ചകളിലേക്കും വലിയൊരു സാമൂഹ്യ മാറ്റത്തിലേക്കും നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഫെസ്റ്റിവലിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയ ഒരു മൂവ്മെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന കാര്യം. അത് ഭാഷാപരമായ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം തന്നെ നമുക്ക് ഈ നാടക ഫെസ്റ്റിവലിൽ പല നാടകങ്ങളിലും പ്രത്യേകിച്ച് ഈ മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകത്തിൽ കാണാൻ സാധിച്ചു. ഈ ഫെസ്റ്റിവല് വളരെയധികം ഒരു ജനപ്രിയവും ജനസ്വീകാര്യതയും ഉണ്ടായി എന്നുള്ളതാണ്. വരും കാലങ്ങളിലും ഈ ഇറ്റ്ഫോക്ക് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രതിരോധമായി തന്നെ പുരോഗമനപരമായിട്ടുള്ള മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാടകത്തിനകത്ത് ഒരു തരത്തിലൊരു റിച്വലിസ്റ്റിക് സ്വഭാവമുള്ള, അനുഷ്ഠാന സ്വഭാവമുള്ള ഒരുപാട് മനുഷ്യർ ജാതി മത വർഗ വർണ്ണങ്ങൾക്കെതിരെ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ചിരുന്ന് കാണുന്നതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് നാടകത്തിന് ഉള്ളത്. നാടകമെന്ന് പറയുന്ന മാധ്യമത്തിന് അതിൻ്റെ ശക്തി വീണ്ടും വീണ്ടും തിരിച്ചറിയത്തക്ക തരത്തിൽ നാടകത്തിൻ്റെ ഒരു ശക്തി തെളിയിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. നമുക്ക് ഈ ഫെസ്റ്റിവലിനെ ഞാൻ ഒരു ക്യൂറേറ്ററായി നാടകം തിരഞ്ഞെടുക്കാൻ പറ്റിയതിലും ഇങ്ങനത്തെ അതിനെ നാടകത്തിൻ്റെ ആ ഒരു മൊത്തം ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം.